നമ്മുടെ അമ്പലപ്പുഴയിലെ മാടമ്പി ജി സുധാകരന് നമ്മുടെ കുട്ടനാട് MLA റജി ചെറിയാനുമായിട്ട് വലിയ വാക്കുതർക്കം. രണ്ടുപേരും ഒരു മുന്നണിപ്പെട്ടവരാണ് ഫലത്തില്. സുധാകരൻ UDF ഘടകകക്ഷി അല്ലാതെ UDF പാനലിൽ നിന്ന് ജയിച്ച ആളാണ്. അപ്പൊ UDF മുന്നണിയുടെ സംവിധാനത്തിന്റെ ഭാഗമാണ്. അത്രേ ഉള്ളൂ. അപ്പം എന്താണെന്ന് ചോദിച്ചാൽ സുധാകരന് ചില പ്രശ്നങ്ങളുള്ളത്, സുധാകരൻ മാടമ്പിയാണ്. അതായത് അദ്ദേഹം ഇങ്ങനെ പറയാനുള്ളതൊക്കെ എല്ലാവരോടും പറയും. അവരാരും നമ്മളോട് തിരിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. നമ്മൾ അവരെ എത്ര അധിക്ഷേപിച്ചാലും അവർ ജനാധിപത്യപരമായ കാര്യങ്ങളിൽ വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് പല നേരത്തും പെരുമാറ്റം സംസാരം കാണുമ്പോൾ നമുക്ക് തോന്നാറ്. അങ്ങനെയാണ് ചെയ്യുന്നത്. പക്ഷെ ഇപ്പം നല്ല രണ്ടുപേരും തമ്മിൽ വലിയ ബഹളമായി. അത് കേരള കോൺഗ്രസ് അല്ലേ, ജോസഫ് ഗ്രൂപ്പിന്റെ ആളാണ് അദ്ദേഹം. ഇത്തവണ സീറ്റ് കുട്ടനാട് സീറ്റ് കോൺഗ്രസിന് വേണമെന്നും പറഞ്ഞ് വലിയ പണിയായിരുന്നു. ഈ റജി ചെറിയാനാണ്ട് ഒരു 5 വർഷമായിട്ട് അവിടെ ആളും അർത്ഥവും ഒഴുക്കിയാണ്. അദ്ദേഹം വളരെ സമ്പന്നനാണ്. ആലപ്പുഴ റമദ എന്ന് പറയുന്ന ഹോട്ടൽ സമുച്ചയം. പിന്നെ അതിനൊപ്പം തന്നെ അദ്ദേഹം വിദേശത്തായിരുന്നു, പ്രവാസി വ്യവസായിയായിരുന്നു. അപ്പോൾ അതല്ല അദ്ദേഹം ഈ സുധാകരന് കൊടുത്ത മറുപടി. സുധാകരന് അയാളോട് പറഞ്ഞത് കാരണം അടിസ്ഥാന കാരണങ്ങളിലൊന്ന് ഈ തണ്ണീർമുക്കം ബണ്ടിന്റെ ഭാഗത്ത് പോയി നോക്കിയെന്നുള്ളതാണ്. അത് എന്താന്ന് വെച്ചാൽ കാലവർഷം കനക്കാൻ പോകുന്നു. അപ്പോൾ ആ സമയത്ത് തണ്ണീർമുക്കം ബണ്ടിന്റെ ഭാഗത്ത് മട തുറക്കണം. മട തുറന്നെങ്കിൽ മാത്രമേ വെള്ളം നിയന്ത്രിച്ച് നിർത്താൻ പറ്റൂ. ആ ഒരു നിലയിൽ കുട്ടനാട്ടെ കൃഷിയെല്ലാം നശിക്കും. കുട്ടനാട്ടിലേക്ക് വന്ന വീടുകളിൽ വെള്ളം കയറും, പിന്നെ റോഡുകളിൽ വെള്ളം കയറും, മൊത്തത്തിൽ കുട്ടനാട്ടിൽ നാശനഷ്ടം ഉണ്ടാകും. അപ്പോൾ അതിനൊരു മുന്നൊരുക്കം എന്ന നിലയിൽ പോയതെന്നാണ് റജി ചെറിയാൻ പറഞ്ഞത്. അദ്ദേഹം അവിടെ ചെല്ലുന്നു. അപ്പോൾ അത് ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. എന്റെ മണ്ഡലത്തിൽ കയറി ഭരിക്കാൻ നീ ആരാണെന്നുള്ള. അതെ. അപ്പോൾ ഈ തണ്ണീർമുക്കം ബണ്ട് അദ്ദേഹത്തിന് മണ്ഡലത്തിലാന്ന് തോന്നുന്നു അല്ലേ? അദ്ദേഹം പറയുന്നുണ്ട് ഈ ഇവിടുത്തെ കരവണൽ കൊണ്ടുപോകുന്നത് അടൂരിലേക്കാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് റജി ചെറിയാനല്ലേ അല്ലേ? അദ്ദേഹമാണ് സുധാകരന്റെ കാലത്ത് കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ഈ അതിട്ട് റജി ചെറിയാനെ പുള്ളി വ്യക്തിപരമായ അതിശയം. മണ്ഡലത്തിൽ കയറിയിട്ട് അയാളോട് ചോദിച്ചില്ല. എന്നോട് ചോദിക്കാൻ ഒരു ജനപ്രതിനിധി മറ്റൊരിടത്ത് കയറുന്നത് ശരിയാണോ, അത് എന്തുകൊണ്ട് എന്നോട് സംസാരിച്ചില്ല, അത് എന്നെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഇയാള് വലിയ പണക്കാരാണ്. ഇയാളെ ഹോട്ടലിൽ പോയി വെള്ളം അടിക്കുന്ന നേതാക്കന്മാരുടെ അവരെയൊക്കെ എനിക്ക് അറിയാം. അതെ. അപ്പൊ ഞാൻ ഇയാളെ ഹോട്ടലിൽ കള്ളു കുടിക്കാൻ വരാത്തത് കൊണ്ടാണോ ഇയാളോട് ദേഷ്യം എന്നൊക്കെയുള്ള രീതി. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ആലപ്പുഴയിലെ അല്ലെങ്കിൽ സംസ്ഥാനത്തേക്ക് തന്നെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളെ സംശയത്തിന് നേരിൽ നിർത്താനാണ് സുധാകരൻ പറഞ്ഞ കാര്യം. എല്ലാവരും വെള്ളം അടിക്കാൻ ഇയാൾ ഹോട്ടലിൽ പോയി ഫ്രീ ആയിട്ട് വെള്ളം അടിക്കാൻ പോകുമാരെന്ന് പറയുമ്പോഴേ പണ്ട് തോമസ് ചാണ്ടിയുടെ പിന്നെ റിസോർട്ടിൽ ഇത് ആരോപണം ഉയർന്നിരുന്നല്ലോ, നേതാക്കന്മാരെല്ലാവരും അവിടെ വന്ന് ഒരു സുവാസം നടത്തുന്നു എന്നൊക്കെ പറഞ്ഞു. അതുപോലെ സുധാകരൻ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച് സ്വന്തം മുന്നണിപ്പെട്ട ഒരാളുടെ നേരെ. അല്ല, ഈ ജലസേന വകുപ്പ് ജോസഫിനാണല്ലോ. അതെ, അതായത് മോൻ ജോസഫാണ് മന്ത്രി. അപ്പൊ ജലസേന വകുപ്പ് അവരുടെ സ്വന്തം ആയതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം അവിടെ ചെന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഈ റജി ചെറിയാൻ അവിടെ ചെന്നതെന്നാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഒരു മുന്നൊരുക്കം എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹം അവിടെ ചെന്നതിനകത്ത് ഞാൻ തെറ്റ് പറയുന്നില്ല. കുട്ടനാട്ടിൽ എപ്പോഴും വെള്ളം മഴ പെയ്യുമ്പോൾ കുട്ടനാട്ടിൽ വലിയ ദുരിതം തന്നെയാണ്. അത് നമുക്കറിയാമല്ലോ. അതായത് പത്തനംതിട്ടയിലെ വെള്ളപ്പൊക്കമാണ് ആദ്യം ഉണ്ടാകുന്നത്. ആദ്യം വെള്ളം പൊങ്ങുന്നത് പത്തനംതിട്ടയിലാണ്. പത്തനംതിട്ട ഈ അച്ചൻകോവിലും പമ്പായിലും എല്ലാം വെള്ളം, മണിമലയിലും എല്ലാം വെള്ളം നിറഞ്ഞ് വെള്ളപ്പൊക്കം ഉണ്ടായതിനു ശേഷം ഈ വെള്ളം ഇറങ്ങുമ്പോഴാണ് കുട്ടനാട്ടി വെള്ളപ്പൊക്കം. അതെ, ഈ പത്തനംതിട്ടയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നത് കുട്ടനാട്ടി കയറി കുട്ടനാട്ടി വെള്ളപ്പൊക്കം. ഈ തോട്ടപ്പള്ളി സ്പിൽവേ പണ്ട് നിർമ്മിച്ചതിന്റെ അത് അപ്രായോഗികമാണ് എന്ന് പോലും ഇപ്പോൾ ഒരു വാദം വരുന്നുണ്ട് പല ആളുകളും. അത് ശരി, അത് അന്ന് തുടങ്ങുമ്പോൾ ഉദ്ദേശിച്ച രീതിയിലുള്ള ഗുണം അതുകൊണ്ട് ഉണ്ടായില്ല എന്നുള്ള വാദങ്ങൾ വരുന്നുണ്ട്. സമുദ്രനിരപ്പിനേക്കാൾ താണ സ്ഥലമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങോട്ട് കടലിൽ നിന്നുള്ള കായലിൽ നിന്നുള്ള ഒരു വെള്ളം ഇങ്ങോട്ട് കയറും. അതാണല്ലോ ഇവിടെ പലപ്പോഴും കൃഷിനാശത്തിന് വഴി നൽകി. എന്താണെങ്കിലും ശരി, അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് നമ്മൾ കിടക്കുന്നില്ല. ഇതിനകത്ത് വിഷയം ഒരു MLA മറ്റൊരു MLAയുടെ അതിർത്തി ലംഘിച്ചു. ഈ അതിർത്തി ലംഘിച്ചപ്പോഴേ മുട്ടിന് താഴെ വെടിവെക്കേണ്ടതായിരുന്നു അല്ലേ? ഈ മേലാൽ അതിർത്തി ലംഘിക്കരുത്. ഒരു SI ഇരിക്കുന്ന സ്റ്റേഷനിൽ വേറെ അപ്പുറത്തെ സ്റ്റേഷനിൽ SI വന്ന് നടത്തുന്നു. എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേ ഇദ്ദേഹം ഈ കുട്ടനാട് MLA വന്ന് ജീവസുധാരനൊന്ന് കണ്ട് ഒരു അഭിവാദ്യം അർപ്പിച്ചു. ഞാനൊന്ന് പോയി ഒന്ന് സ്ഥിതി വിലയിരുത്തട്ടെ സാർ, സുധാകരൻ സാറെന്നാണ് വിളിക്കുന്നത് കേട്ടോ. സഖാവെന്നല്ലേ സാർ. MG സോമൻ പറഞ്ഞ പോലെ ഇറവറൻസ്, ബഹുമാനക്കുറവ് കാണിച്ചതാണ് ജി സുധാകരന്റെ വിഷയം. ജി സുധാകരൻ ഇപ്പോഴും അദ്ദേഹത്തെ എല്ലാവരും വണങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ സംസാര രീതി എല്ലാവരും മാടമ്പി സ്വഭാവമാണ്. അപ്പം കഴിഞ്ഞിടയ്ക്ക് നമ്മുടെ മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറുന്നതാണ്. അദ്ദേഹം ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്ഥായിയായ ഭാവം കോപമാണ്. കോപിച്ചേ അദ്ദേഹം നിൽക്കത്തുള്ളൂ. അദ്ദേഹത്തിന്റെ സ്ഥായി ഭാവം കോപമാണ്. ആ കോപത്തിലാണ് അദ്ദേഹം. കോപം രണ്ട് രീതിയിലാണ്. ഇത് അപ്പൊ തന്നെ പൊട്ടിത്തെറിച്ച് ഈ നിൽക്കുന്ന ആളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കും. അപ്പോൾ
ഇദ്ദേഹത്തെ അധിക്ഷേപിച്ച് കഴിഞ്ഞ ഉടനെ റജി ചെറിയാൻ പറഞ്ഞെന്തോ, റജി ചെറിയാൻ പല പാർട്ടി വന്നയാളാണ്, മാറി വന്ന ആളാണെന്നൊക്കെ പറഞ്ഞു. റജി ചെറിയാൻ പറഞ്ഞ് ഞാൻ ഒരു പാർട്ടിയെ മാറിയിട്ടുള്ളൂ, 3-4 പാർട്ടി മാറിയ ആൾക്കാർ ആണ് ഇത് ഇവിടെ ഉണ്ട്. പിന്നെ മാത്രമല്ല, ഈ ഞാൻ സമ്പന്നനാണെങ്കിൽ എൻ്റെ അവിടെ ആൾക്കാർ വന്ന് മദ്യപിക്കുന്നുണ്ടെങ്കിൽ, അല്ലെ ഇദ്ദേഹം പറഞ്ഞ പോലെ ചെയ്യുന്നുണ്ടെങ്കിൽ, ഞാനത് 45-50 ഡിഗ്രി ചൂടിൽ കിടന്ന് ഉരുകി ഉണ്ടാക്കിയതാണ്, എൻ്റെ കഠിനാധ്വാനത്തിന്റെ ഫലമാണ്. അപ്പോൾ മര്യാദയ്ക്കാണെങ്കിൽ മര്യാദ. അദ്ദേഹത്തിന്റെ നിലപാട് ഏതാണ്? അദ്ദേഹത്തോട് ബഹുമാനമുണ്ട്, മുതിർന്ന നേതാവെന്നുള്ള രീതിയിലുണ്ട്. അദ്ദേഹം ആ രീതിയിൽ സംസാരിച്ചാൽ ആ രീതിയിൽ തിരിച്ച് സംസാരിക്കും. അല്ലാത്ത പക്ഷം ഞാനും ആള് പെശകാണെന്ന് അത് പറയണമല്ലോ. അത് ശരിയല്ല. അദ്ദേഹം വന്ന് വേറെ അവിടെ സുധാകരന്റെ അധികാരത്തിന് മേലെന്ന് അദ്ദേഹം കൈവച്ചില്ല. കുട്ടനാട്ടിലെ MLA എന്നുള്ള നിലയിൽ ഇവിടെ വന്ന സ്ഥിതി എന്താണ് അദ്ദേഹം നോക്കിയതായിരിക്കാം. അത് കഷ്ടകാലത്തിന് ജലസേന വകുപ്പ് മന്ത്രി അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരനായി പോയി എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ സുധാകരൻ പെട്ടെന്ന് ഹാർട്ട് ചെയ്തത്. എന്നെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് ജലസേന മന്ത്രിയുടെ ആളോ എന്നുള്ള നോക്കിയിട്ട് പോയോ എന്നുള്ളതായിരിക്കും ചോദ്യം. അല്ല, സുധാകരന് കോംപ്ലക്സ് അടിക്കും. ഇതൊരു നാർസിസ്റ്റ് സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ആ മുന്നണിയുടെ ഭാഗം ആണോ എന്ന് ചോദിച്ചാൽ ആണ്, അല്ലേന്ന് ചോദിച്ചാൽ അല്ല. പ്രശ്നം അവിടെയാണ്. UDF-കാരനാണോ എന്ന് ചോദിച്ചാൽ അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ UDF നേരത്തെ തന്നെ ചാടി വീണ് ഒന്നും ഇടപെടാനും പറ്റില്ല. UDF മുന്നണിയുടെ ഭാഗം അല്ലേന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ പലർക്കും പഴയ തലമുറയിൽപ്പെട്ട ഒരുപാട് പേർക്ക് ഇത്തരം പ്രശ്നങ്ങളുണ്ടെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കടുത്ത ഈഗോ പ്രശ്നമുള്ളവർ, അതുപോലെ ഞാൻ തീരുമാനിക്കും, അല്ലെങ്കിൽ എൻ്റെ അതിർത്തിയിൽ ആരും വരാൻ പാടില്ല എന്ന് ചിന്തിക്കുന്നത് അത് ശരിയായ നടപടിയല്ല. നമ്മളെപ്പോഴും നമ്മൾ ജനാധിപത്യമാണ് ഇവിടെ ഉള്ളത്. അയാളും ഇവിടുത്തെ പൗരനാണ്, ഈ MLA ഇവിടുത്തെ പൗരനാണ്, അത് ജനപ്രതിനിധിയാണ്. അദ്ദേഹം അവിടെ നോക്കിയിട്ട് പോയാലും അദ്ദേഹം അവിടെ ഉത്തരവിട്ടിട്ടൊന്നുമില്ല. അദ്ദേഹം ഒന്നും കണ്ടിട്ടല്ലേ പോയത്. അദ്ദേഹം കൊണ്ട് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെല്ലാം വിളിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നും പറയാം ഇവിടുത്തെ MLA മറികടന്നു. ഒന്നും ചെയ്തിട്ടില്ല, ഒന്ന് കണ്ടു എന്ന് പറഞ്ഞാൽ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാകാം 75 കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ പറഞ്ഞത് സുധാകരനോട് മത്സരിക്കേണ്ട പ്രായപരിധി കൊണ്ടുവന്ന് അതിനുവേണ്ടി. എനിക്കൊന്ന് ഈ സുധാകരനെ ഒതുക്കാൻ വേണ്ടി മാത്രമാണ് ഇദ്ദേഹത്തിന്റെ നാക്കിന്ന് വിട്ടുപോയ. അതെ, പലപ്പോഴും അദ്ദേഹത്തിന്റെ നാക്കിന്ന് വരുന്നത് വളരെ കടുത്ത പദപ്രയോഗങ്ങളാണ്. പലരെ കുറിച്ചും അദ്ദേഹം വളരെ രൂക്ഷമായ ഭാഷയിൽ ഇത്തരത്തിൽ പറയാറുണ്ട്. നമ്മളെ പൊതുരംഗത്ത് നിൽക്കുമ്പോൾ ഒക്കെ തന്നെ നമ്മൾ ആളുകളടുത്ത് ഇങ്ങനെ ഒരിക്കലും പെരുമാറാൻ പാടില്ല. നമ്മൾ കുറച്ചൊരു സൗമ്യമായിട്ട് പെരുമാറണം. നമ്മൾ മറ്റവർക്ക് മാതൃക ആകേണ്ടവരാണ്. നമ്മൾ ഞാനാണ് ഇവിടുത്തെ, എൻ്റെ പെർമിഷൻ വാങ്ങിക്കാതെ വന്നു എന്നൊക്കെ പറയുമ്പോൾ മാത്രമല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത്, റജി ചെറിയാൻ അദ്ദേഹം ആദ്യം ഒരു MLA ആളാണ്. അദ്ദേഹം ഒരു സീനിയർ MLA ആയിരുന്നെങ്കിൽ പിന്നെ ഇതിന്റെ കാര്യങ്ങളൊക്കെ ചിട്ടവട്ടങ്ങളെ അറിയാമെന്ന് പറയാം. അദ്ദേഹം പക്ഷേ നാട്ടിലെ ജനങ്ങൾ പ്രശ്നം പറഞ്ഞപ്പോൾ ഞാൻ പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വന്ന്. അല്ല, കുട്ടനാട്ടുകാരെ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു വിഷയം ഇതാണല്ലോ. കാരണം ഇനിയിപ്പം മഴക്കാലം തുടങ്ങാൻ പോവാണ്. പിന്നെ കുട്ടനാട് മൊത്തം വെള്ളം കയറാൻ പോവാണ്. നല്ല കനത്ത മഴയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്ര തവണ ഒരു മൺസൂൺ സീസണിൽ കുട്ടനാട് എത്ര തവണ വെള്ളം കയറും? അതായത് ഓരോ മാസവും തുടർച്ചയായ മഴ 10 ദിവസം വീതം കിട്ടിയാൽ ഈ പറയുന്ന അടുത്ത 4 മാസവും ആ കുട്ടനാട് വെള്ളത്തിനടിയില്ല. അതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടുത്തെ MLA എന്നുള്ളതിൽ റജി ചെറിയ ഇടപെടും. അതിനകത്ത് അദ്ദേഹം ഇപ്പൊ അപ്പുറത്തോട്ട് പോയി ചെന്ന് നോക്കിയെന്നും പറഞ്ഞാൽ അദ്ദേഹം തണ്ണീർമുക്കം പണ്ട് ഇടിച്ചു കളയാനൊന്നും പോയതല്ലല്ലോ. എന്താണെങ്കിലും നമ്മുടെ സുധാകരന് കൃത്യമായ മറുപടി അദ്ദേഹം കൊടുത്തിട്ട് സൂചനയും കൊടുത്തിട്ടുണ്ട്. കൂടുതൽ നമ്മുടെ തലയെ കയറാൻ വന്നാൽ നമ്മൾ തിരിച്ചു കയറും എന്നുള്ളത് തോന്നുന്നു. UDF നേതൃത്വം ഇടപെട്ട് ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ. മന്ത്രിസഭ വന്നിട്ട് വളരെ കുറച്ച് 2 ആഴ്ച ആയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഒന്ന് എല്ലാവരും കൂടെ ഇടപെട്ട് ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ പരമാവധി വരെ ഒരുമിച്ച് കൊണ്ടുപോകാനായിരിക്കും എല്ലാവരും ശ്രമിക്കുക. അല്ല എന്ത് ചെയ്യാൻ പറ്റും? കാരണം സുധാകരനെ കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. CPM-കാർക്കും അറിയാമായിരുന്നു. ഏതായാലും റജി ചെറിയാനും തിരിച്ച് മറുപടി പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അല്ല, ഇപ്പം UDF-ന് ഒരു കാര്യത്തിൽ ആശ്വസിക്കാം. വല്ല തലനാരിഴ ഭൂരിപക്ഷം വല്ലതും ആയിരുന്നെങ്കിൽ സുധാകരൻ മന്ത്രിസ്ഥാനവും ചോദിച്ചു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കിയതിന്. ഇപ്പൊ എന്താണെങ്കിലും ഇതിപ്പോ മൃഗീയ ഭൂരിപക്ഷമാണ്. സുധാകരൻ എന്ത് പറഞ്ഞാലും ഇവർക്ക് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. ഒന്നുമില്ല.